സുവിശേഷ പ്രസംഗത്തിന് ശേഷം കാഴ്ച സമർപ്പണത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കായുള്ള ഒരുക്കമാണ്. കാഴ്ച സമർപ്പണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബലിപീഠത്തിന് 2 വശങ്ങളിലായി ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ അപ്പവും മുന്തിരിച്ചാറും വെച്ചിട്ടുണ്ട്. ഇവ രണ്ടും എടുത്ത് വാഴ്ത്തി അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് കാഴ്ചയായി സമർപ്പിക്കുന്നു. ദൈവ പിതാവിന്റെ സന്നിധിയിൽ പുത്രനായ യേശു തന്നെ തന്റെ ജീവിതം കാഴ്ചയായി സമർപ്പിച്ചു എന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന പ്രയേഴ്സ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, കാഴ്ച സമർപ്പണത്തിന് ഒരുക്കമായുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്കു വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുമുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ സ്ക്രീനിൽ കാണുന്ന ആ വനിത, ആ സ്ത്രീ ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. من أجل كنيسة الله المقدسة لكي تبقى أمينة لرسالتها وتكون خميرة تجدد في المسيح للعائلة البشرية. പല ഭാഷകളിൽ നിന്നായി, പല സംസ്കാരങ്ങളിൽ നിന്നായി പലതരം വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി വന്നു ചേർന്നിരിക്കുന്നവരാണ് പ്രയേഴ്സ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ അഥവാ കാറോസൂസ പ്രാർത്ഥനകൾ എന്നറിയപ്പെടുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ള, ലോകത്തിനു വേണ്ടിയുള്ള, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ദൈവ തിരുസന്നിധിയിൽ ചെറിയ ചെറിയ പ്രകരണങ്ങളായി ഏതാനും ചില വാക്കുകളിൽ മാത്രമായി അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരെയും ഈ ചടങ്ങിൽ, പ്രത്യേകിച്ച് മാർപ്പാപ്പയ്ക്ക് വിട നൽകുന്ന ഈ വിശുദ്ധ കുർബാനയിൽ ഓർമ്മിക്കുന്നു കത്തോലിക്ക തിരുസഭ എന്നുള്ളതാണ്. വിവിധ നാടുകളിൽ നിന്നും വന്നിട്ടുള്ളവര്, വിവിധ വിഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവര്. ഇവിടെ ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ? ഫ്രാൻസിസ് മാർപ്പാപ്പ പാവങ്ങളോട് വലിയ പ്രതിപത്തി ഉണ്ടായിരുന്ന, പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഭാവിയിലേക്ക് പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടാൻ സാധ്യതയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരവ് നൽകുന്ന ഈ ഭാഗത്ത് ഓരോ വ്യക്തികളായി അവരവരുടെ ഭാഷകളിൽ, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന് ഒരു അതിർവരമ്പുകളുമില്ലാതെ എത്തിച്ചേർന്നിരിക്കുന്നവരാണ് ഇപ്പോൾ പ്രയേഴ്സ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ അഥവാ കാറോസൂസ പ്രാർത്ഥനകൾ എന്നറിയപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. അതിൽ പുരുഷന്മാരുണ്ട്, അതിൽ സ്ത്രീകളുണ്ട്. ഇതാ നമുക്ക് കാണാം, കൗമാരം വിട്ടുമാറാത്ത യൗവനത്തിലേക്ക് കാലൂന്നിയിരിക്കുന്ന ഒരു യുവാവിനെ നമ്മൾ കാണുന്നു. വ്യത്യസ്തങ്ങളായ ഏജുകളിൽപ്പെട്ടവര്, വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ളവര്, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിൽ നിന്നുള്ളവര്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെയാണ് ഇതുവരെയും വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തിയത്. ഈ വിശ്വാസികളോടൊപ്പമുള്ള കാറോസൂസ പ്രാർത്ഥനകളുടെ സമാപന പ്രാർത്ഥനയാണ് ഇപ്പോൾ മുഖ്യ കാർമ്മികനായ കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്റ റേ എന്ന കർദിനാൾ ചൊല്ലുന്നത്. ആ പ്രാർത്ഥന നമുക്കൊന്ന് കേൾക്കാം. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള കാറോസൂസ പ്രാർത്ഥനകൾ സമാപിച്ചിരിക്കുന്നു. ഇനി കാഴ്ച സമർപ്പണമാണ്. കാഴ്ച സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിരുന്നു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും വ്യത്യസ്ത ഭാഷകളിലായി പലര് ചേർന്ന്, പല നാടുകളിൽ നിന്ന് വന്നവർ ചേർന്ന് പല ഭാഷകളിലായി സമർപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കാഴ്ച സമർപ്പണമാണ്. കാഴ്ചയായി സമർപ്പിക്കാനുള്ള വസ്തുക്കൾ അപ്പവും വീഞ്ഞും, കാസയും പീലാസയും വിശുദ്ധ വസ്തുക്കളാക്കാൻ വേണ്ടിയിട്ട് അൾത്താരയിലേക്ക് കൊണ്ടുവരുന്ന പ്രൊസഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാർമ്മികർ ബലിപീഠത്തിലേക്ക് സ്വീകരിച്ച് സമർപ്പിക്കുന്നതോടുകൂടെ അപ്പവും വീഞ്ഞും കൂദാശ വചനങ്ങൾ ചൊല്ലി ആശീർവദിച്ച് യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്ന വിശുദ്ധമായ കർമ്മങ്ങളിലേക്കാണ് ഈ കാഴ്ച സമർപ്പണത്തിലൂടെ പ്രവേശിക്കുന്നത്. കാഴ്ച സമർപ്പണത്തിന്റെ ഭാഗമായുള്ള മനോഹരമായ ഒരു ഗീതം നമുക്കിപ്പോൾ കേൾക്കാനായി സാധിക്കും.